നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി മലയാള സിനിമാ സംഗീതത്തിന് നിസ്തൂലമായ സംഭാവന ചെയ്യുന്ന ഒരു അനുഗ്രഹീത ഗായകനെയാണ് JB ജംഗ്ഷനിൽ ഞങ്ങൾ അതിഥിയായി ഇന്ന് കൊണ്ടുവരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബിജു നാരായണൻ. ബിജുവിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ബിജു, ഞാൻ കണ്ടിട്ട് പെട്ടെന്നൊരു രാഷ്ട്രീയക്കാരൻ കയറി വരുന്നൊരു ഭാവം. പണ്ട് മഹാരാഷ്ട്ര പിടിക്കുമ്പോൾ നല്ല കൈസ്യക്കാരനൊക്കെ ആയിരുന്നു. ആ ഒരു പഴയ ഓർമ്മയിലാണ് ഒരു കതർ ലുക്ക്. ഈയിടെ പിടികൂടിയൊരു സംഭവമാണ് ഈ വൈറ്റ്. ആക്ച്വലി ആദ്യം പാട്ടൊക്കെ പാടി തുടങ്ങിയ സമയത്ത് വൈറ്റ് ജുബയായിരുന്നു. ബിജു നാരായണൻ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ജുബയാണ് ഒരു മുഖമുദ്രയായിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപേക്ഷിച്ചു. ഇപ്പോൾ ഈയിടെ ഒരു 1.5 വർഷമായിട്ടൊരു വൈറ്റിനോടൊരു ഭ്രമം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള എന്തെങ്കിലും ചാറ്റ് ഷോസ് പ്രോഗ്രാമിനില്ല കേട്ടോ. കാരണം പ്രോഗ്രാമിന് നല്ല സ്റ്റൈലായിട്ടാണ് നിൽക്കുക. അതെ, അല്ല, പ്രോഗ്രാമിലെ പ്രോബ്ലം വെച്ചാൽ വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ വെറുതെ നമ്മുടെ ഉസ്താദിന് വെറുതെ പെരുമോശം ഉണ്ടാക്കണ്ടല്ലോ. ബിജു ആണ് ഏറ്റവും നല്ല വസ്ത്രധാരണം നടത്തുന്ന ഒരു ഗായകൻ. യഥാർത്ഥത്തിൽ സ്റ്റേജിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വസ്ത്രം മാറി നല്ല പുതിയ വസ്ത്രത്തിൽ വന്ന്. അത് പണ്ട് മമ്മൂക്കയുടെ ഒരു ഈസ്റ്റ് കോസ്റ്റ് ഷോവിന് ദുബായിൽ, ഗൾഫിൽ എല്ലായിടത്തും പോയപ്പോൾ, അന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന സമയം, കോളേജിൽ പഠിച്ച് നിൽക്കുന്ന സമയം, ഡ്രസ്സിങ്ങിൽ അത്യാവശ്യം ശ്രദ്ധിക്കും, പക്ഷേ എന്നാലും അങ്ങോട്ട് ആ ലെവലിൽ വന്നിട്ടില്ല. മമ്മൂക്കയാണ് ഒരിക്കലും അൽനാസർ റെസ്റ്റോറൻറ്റിൽ പ്രോഗ്രാം സമയത്ത് എന്നെ വിളിച്ചു. എടാ, നിങ്ങോട്ട് വന്നേ, നീ ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? നീ കോളേജിൽ പഠിക്കണ ഈ പ്രായത്തിൽ ഇപ്പോഴൊക്കെ അല്ല അത് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അങ്ങേര് ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും മമ്മൂക്ക പറഞ്ഞത് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ വരണം. ഇത് കഴിഞ്ഞ് ട്രിപ്പ് ചെയ്യേണ്ട ഒരു 10-40 ദിവസം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കോളേജിൽ ചെന്നപ്പോഴത്തേക്കും നമ്മളുടെ വരവ് കണ്ടപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, ഇവന് എന്തോ ഒരു മാറ്റം, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവയെ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോഴാണല്ലോ, പ്രത്യേകിച്ച് ഒരുപാട് പേര് ഈ ഷോയിൽ തന്നെ ബിജുവിനോട് ഈ വസ്ത്രധാരണത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് ശരി, നമുക്ക് ആ ഊന്നേണ്ട സമയമാകും ഊന്നാം. അപ്പൊ മുഴുവൻ കളയേണ്ടതൊക്കെയാണ്. ഓക്കെ. ബിജുവിന്റെ കുടുംബമാണ് ഒരു പക്ഷേ ബിജുവിനെ ഒരു ഗായകനാക്കുന്നത്. കുടുംബത്തിലെ ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരവസ്ഥ, അതിനെ പ്രദാനം ചെയ്തുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്. നോക്കട്ടെ. ശരിക്കും ഞാനാണ് സംഗീതം പഠിച്ചിരിക്കുന്നത് വീട്ടിൽ. ബിജു അടുത്ത് വന്ന് നിന്ന് കേൾക്കാറാണ് പതിവ്. ക്ലാസിക്കൽ പഠിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് വന്നിരുന്ന് കേട്ടിട്ട് ആ കാലമൊക്കെ ബിജുവിന് ഓർമ്മയുണ്ടാവുമല്ലോ. പിന്നെ കോമ്പറ്റീഷൻ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. കഴിയുന്നതും ബിജു ഉള്ളിലേക്ക് വലിയാണ് പതിവാണ്. എന്നാലും ഞാനും അമ്മയും എൻ്റെ സിസ്റ്ററും ഞങ്ങളെല്ലാവരും പാട്ട് പഠിപ്പിച്ച് ബിജുവിനെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. പല സ്ഥലത്തും പ്രൈസും കിട്ടിയിട്ടുണ്ട്. ബിജു അന്നത്തെ ആ ഓർമ്മകളെല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ മൂത്ത സഹോദരി ഉമ്മ ചേച്ചിയാണ് ഞങ്ങൾ 4 മക്കളിൽ സംഗീതം ആദ്യം തുടങ്ങി വെച്ചത് ഞങ്ങളുടെ ഫാമിലിയിൽ. അമ്മ പഠിച്ചിട്ടുണ്ട്, പാട്ട് പാടുമായിരുന്നു. ഉമ്മ ചേച്ചിയെ പാട്ട് പഠിപ്പിക്കാൻ സാറ് വരുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡോറിൻ്റെ സൈഡിൽ നിന്ന് മറിഞ്ഞു നിന്ന് കേട്ട്, അങ്ങനെയാണ് ശരിക്കും എൻ്റെ ഒരു ആദ്യത്തെ ഈ മ്യൂസിക്കിനോടുള്ള ഒരു അഭിനിവേശമൊക്കെ തോന്നുകയും ഇൻട്രസ്റ്റ് തോന്നുകയും. ആ സമയത്ത് സാറ് പോയ ശേഷം ഞാൻ ഇരുന്ന് പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല ഓർമ്മകൾ തന്നെ. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരിക്കലും മറക്കില്ല. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ ഹസ്ബൻഡും ഈ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിംഗറാണ്, രണ്ടുപേരും സിംഗേഴ്സാണ്. അപ്പോൾ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം ചിന്നി ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വളരെ പ്രായമായിട്ടുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർക്ക് 50-55 വയസ്സുണ്ട്. ചേച്ചി എടുത്ത് പിന്നെ അമ്മ വിട്ടു മ്യൂസിക് പഠിക്കാനായിട്ട്. കാരണം ഇവരിങ്ങനെ വിട്ടാൽ പറ്റില്ല, കുറച്ചൊരു മ്യൂസിക് സെൻസ് ഉണ്ട്. എന്നിട്ട് ചേച്ചി ആണ് ബേസിക് ലെസൺസ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അളിയനും ഒരേപോലെ തന്നെ ബിജുവിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരിട്ടതല്ല, നമുക്ക് അളിയനെ കൂടെ കൊണ്ടുവരാൻ. ഭാവം, രാഗം, ലയം, അതിനോടൊപ്പം തന്നെ ശുദ്ധ മലയാളത്തിലുള്ള ഉച്ചാരണ ശുദ്ധി, ഇതെല്ലാം ചേർന്ന് അനുഗ്രഹിച്ച ഒരു ഗായകനാണ് ബിജു. ഒരുപാട് ഹൈറ്റ്സിലേക്ക് ബിജുവിന് എത്തണം സംഗീതത്തിൽ. അതിനോടൊപ്പം തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിക്ക് വളരെ എളുപ്പമായി ഒന്നുകൂടി ശ്രമിക്കണം, നന്നായി ശ്രമിക്കണം, അഭ്യസിച്ച് കുറച്ചൊരു പഠിക്കണം, ഒരു നല്ലൊരു കർണാടക സംഗീത കച്ചേരി ചെയ്യാൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. ആ ആഗ്രഹം ഇപ്പം സാധിച്ചു തരും. അളിയൻ്റെ ചോദ്യം, കർണാടക സംഗീതത്തിൽ ഒരു കച്ചേരി നടത്തി ഒന്നും കൂടെ കുറച്ചും കൂടി ഒരു ഡിസിപ്ലിൻ ആയിക്കൂടെ എന്നുള്ളത്. പക്ഷെ ഇത് ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ അളിയൻ മാത്രമല്ല, ബിജുവിനെ സ്നേഹിക്കുന്ന മറ്റ് പല ആൾക്കാരും അവരുടെ മനസ്സിലും ആദ്യം പൊട്ടിമുളയ്ക്കുന്ന ചോദ്യം ഇതാണ്. വരട്ടെ, അവരും കൂടെ വരട്ടെ.
എനിക്ക് ബിജുവിനോടായിട്ട് പറയേണ്ടത്, ഇപ്പോൾ 10-20 വർഷമായിട്ട് ഫിലിമിൽ പാടി നല്ല പ്രശസ്തിയും പേരും പദവിയും ഒക്കെ കിട്ടി, പല അവാർഡും കിട്ടിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം ശാസ്ത്രീയ രംഗ കച്ചേരിയിൽ സ്റ്റേജിൽ വരണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിൽക്കുന്നില്ല, ഇനിയും ഒരുപാട് പേര് വരട്ടെ. എനിക്ക് ബിജുവിൻ്റെ ഏറ്റവും രസകരമായ ക്വാളിറ്റി എന്താ വെച്ചാൽ, പൊതുവെ നമ്മൾ ഈ ഫീൽഡിൽ കലാകാരന്മാരുടെ ഇടയിൽ നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചൊന്നും സ്മരിക്കുന്നത് വളരെ അപൂർവമാണ്. ബിജുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ പല വേദികളിലും പല ഇൻ്റർവ്യൂസിലും ഞാൻ ബിജു എന്നെക്കുറിച്ച് പറയും. എൻ്റെ പേര് പറയാൻ വേണ്ടി ഞാൻ പറയല്ല, പൊതുവെ നമ്മളുടെ ഫീൽഡിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ബിജുവിൻ്റെ സ്വഭാവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സവിശേഷതയാണത്. എനിക്ക് വേണം വളരെയധികം കാലം ബിജു കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്. ബിജു നന്നായിട്ട് പഠിക്കണം, കാരണം നല്ലൊരു ശബ്ദം കിട്ടിയതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക. കഴിയുമെങ്കിൽ ഇപ്പോഴും അതിനുള്ള പ്രായമൊന്നും അധികമായിട്ടില്ല, ശാസ്ത്രീയ സംഗീതത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഒരു കർണാടക സംഗീത കച്ചേരി കൂടി എറണാകുളത്ത് അരങ്ങേറണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ബിജുവിൻ്റെ സംഗീത ജീവിതം എല്ലാവിധത്തിലും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് ഞാൻ നേർന്നുകൊള്ളുന്നു. 3 പേരാണ് ഈ പറഞ്ഞ പോലെ ബിജുവിൻ്റെ ശാസ്ത്രീയ സംഗീത ധാരയെ വരവേക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഒന്ന് സഹോദരിയുടെ ഭർത്താവും, പിന്നെ 2 ഗുരുക്കളായിട്ടുള്ള ആൾക്കാർ. നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പോകണോ ബിജു? ആദ്യം ബ്രദറിലോ ബെനിച്ചേട്ടൻ, പിന്നെ എൻ്റെ ഗുരു ആര്യനാട് സദാശിവൻ സാറ്, പിന്നെ PS രാധാകൃഷ്ണജി. ഈ 3 പേരെയും ഞാൻ പ്രധാനികളായിട്ട് തന്നെ, ഗുരുക്കന്മാരായിട്ട് തന്നെയാണ് കരുതുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ എവിടെയാണ് ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്ലേ ബാക്ക് രംഗത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പേടിയുടെ ഒരു വിഷയമുണ്ട്. കാരണം ആളുകൾ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും? ഒരു കച്ചേരി ഇപ്പോൾ നമ്മൾ സിനിമയിൽ കുറേ പാടി, പിന്നെ ഇവൻ കച്ചേരി ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വരുമോ? എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, സിംഗേഴ്സ് ആയിട്ട് എസ്റ്റാബ്ലിഷ് പലർക്കും ഉള്ളതാണത്. സിനിമാ രംഗത്ത് വന്ന ശേഷം ഉണ്ടാകുന്ന ഒരു പരിഭ്രമമാണത്. കാരണം ആളുകൾ എങ്ങനെ നമ്മളെ വിലയിരുത്തുന്നുള്ള പേടി തന്നെയാണ് സത്യം. അത് ഒരു പരിധിവരെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എവിടെയോ വെച്ച് നമുക്ക് തിരക്ക് കാരണം, അതൊരിക്കലും പാടില്ലാത്ത തന്നെയാണ് തിരക്ക് കാരണം. എനിക്ക് ഈവൻ സദാശിവം മാഷുമായിട്ടുള്ള അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന്, അദ്ദേഹം അവിടെ അക്കാഡമി പ്രൊഫസറായിരുന്നു സ്വാതി തിരുനാളിൽ, അവിടെ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി എറണാകുളത്ത് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിട്ട് പല സ്ഥലത്ത് പോകുമ്പോൾ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ തന്നെ അങ്ങനെ പിന്നെ ഇടയ്ക്ക് നിർത്തി. കാരണം അദ്ദേഹത്തെ പോലെ വലിയൊരാൾ ഈ ഒരു ഏജിൽ വന്നിട്ട് ട്രിവാൻഡ്രത്ത് എറണാകുളം വരെ വന്നിട്ട് ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ഞാൻ ഇല്ലാതെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ സെൽഫായിട്ടൊരു അങ്ങനെയാണ്. സിനിമാ രംഗത്ത് സാധാരണ ഇതിലല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഗാനരംഗത്ത് ഗായകരംഗത്ത് അങ്ങനെ ഗുരുക്കന്മാരെ ഓർക്കലൊക്കെ വളരെ അപൂർവമാണ്. പക്ഷേ ബിജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയേണ്ട കാര്യം അങ്ങനെ ഉണ്ടോ? ബിജു വന്ന വഴി ഒരിക്കലും മറക്കാറില്ല. അതിപ്പോൾ ഫിലിമാണെങ്കിലും കാസറ്റ് ആണെങ്കിലും ഏതൊരു അവസരം ആര് തന്നാലും അവരെ സ്മരിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ ആൾക്കാർ സ്മരിക്കാറില്ലെന്നാണ് മൂപ്പർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ രാജന്റെ അനുഭവമായിരിക്കാം ചിലപ്പോൾ, അത് എന്നും പറയാൻ ഞാൻ ആളല്ല. മറിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ക്വാളിറ്റിയിൽ ഒന്ന് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. കാരണം ഗുരുക്കന്മാരുടെ നിന്ന് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ സ്കൂളിലെ എല്ലാ മത്സരങ്ങളിലും ബിജു സജീവമായിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. ആ കാലഘട്ടത്തിൽ ഒരു മത്സരത്തിൽ പാടിയ പാട്ട് നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഞാനൊരു 8th വരെ അങ്ങനെ മത്സരങ്ങൾ കാര്യമായിട്ട് പങ്കെടുത്തിരുന്നില്ല. 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും, കാരണം പഠന കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല എന്ന് വീട്ടുകാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് പോയിരുന്നില്ല. പക്ഷേ 8th സ്റ്റാൻഡേർഡിൽ വെച്ചാണ് യൂത്ത് ഫെസ്റ്റിവലിന് സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിന് കാരണം എൻ്റെ അതുവരെ അവിടെ സ്കൂളിൽ വിൻ ചെയ്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഡിനു ആൻ്റണി. ഡിനു ആണ് എന്നെ നിർബന്ധിച്ച് 8th സ്റ്റാൻഡേർഡിൽ തന്നെ നീ പാടണം എന്ന് പറഞ്ഞു. ഒരു ഗായകൻ തന്നെയാണ് നിർബന്ധിച്ചത്. തീർച്ചയായും അതാണ്. അങ്ങനെയുള്ളവരൊക്കെ സത്യം പറയുന്നില്ല, വളരെ റയർ ജീവികളാണ്. സാധാരണ ഒരു പാട്ട് മുടക്കാനാണ് ശ്രമിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഡീനു എന്നോട് പറഞ്ഞു നീയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ ഒരു പാട്ട് പാടുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ലളിതഗാനമല്ല, ഡിവോഷണൽ സോങ് ആണ്. അത് കഴിഞ്ഞിട്ട് ആ പാട്ട് അവിടെ പ്രൈസ് കിട്ടിയിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ പോകണം എറണാകുളത്ത്. അവിടെയും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് സ്റ്റേറ്റ് ലെവലിൽ പോവുകയാണ്. അത് ഈ പാട്ട് സെയിം പാട്ട് തന്നെ അവിടെ A ഗ്രേഡ് കിട്ടുന്നു. എന്നാലും മറ്റൊരു ഗായകനെ സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു നിമിത്തമായി വന്ന് ഭവിച്ചത്. തീർച്ചയായും. ശരി.
എല്ലാ ദുഃഖവും തീർത്തു തരൂ എൻ്റെ ശബരിവാസ, എല്ലാ ദോഷവും അറ്റിടുവാൻ തൃക്കൈയാൽ അനുഗ്രഹിക്കൂ ദേവാ, എന്നെ അനുഗ്രഹിക്കൂ. എല്ലാ ദുഃഖവും തീർത്തു തരൂ എൻ്റെ ശബരിവാസ, എല്ലാ ദോഷവും അറ്റിടുവാൻ തൃക്കൈയാൽ അനുഗ്രഹിക്കൂ ദേവാ, എന്നെ അനുഗ്രഹിക്കൂ. ഒരു മനോഹരമായ ഭക്തിഗാനത്തോടെയാണ് ജൈത്രയാത്ര ആരംഭിച്ചത്. അതെ അതെ. പിന്നീട് എനിക്ക് തോന്നുന്നു ബിജു ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാസറ്റുകൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. പ്രീ ഡിഗ്രി മുതൽ തന്നെ റെക്കോർഡിംഗ് ഫീൽഡിൽ വളരെ നേരത്തെ തന്നെ ഈ ഫീൽഡിൽ വന്നൊരാളാണ്. അപ്പോൾ ആദ്യം കോറസ് പാടിയിട്ട്, അതിവിടെ ആദ്യത്തെ ഒരു കോറസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡിവോഷണൽ ആൽബത്തിന് വേണ്ടിയാണ്. പ്രശസ്ത വയലിനിസ്റ്റ് റെക്സ് മാഷയുടെ ഒരു വർക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ രാജേഷ്, അദ്ദേഹമാണ് എന്നെ വിളിച്ച് പറയുന്നത്. അങ്ങനെ പോയി ഒരു 2 പാട്ടിന് ഒരു 4 വൈനും കൂടെ പാടി. ആദ്യത്തെ പ്രതിഫലം പാടുകയും ചെയ്തു, പ്രതിഫലം കിട്ടി. ആദ്യം റെക്കോർഡിങ്ങിന് കിട്ടുന്ന പ്രതിഫലമാണ് 75 രൂപ. 75 രൂപ 150 രൂപ തന്നു. രാജേഷ് 75 രൂപ എടുത്തു, എനിക്കും 75 രൂപ കിട്ടി. അതാണ് ആദ്യത്തെ പ്രതിഫലവും, റെക്കോർഡിങ്ങിന് കിട്ടുന്ന പ്രതിഫലവും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. അന്ന് എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? 89 സമയത്ത്. 89. അപ്പം 88-89 വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞുള്ളൂ. വിദ്യാർത്ഥി ആ ഒരു സമയത്താണ്. യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആയിരുന്നല്ലേ? യൂണിവേഴ്സിറ്റിയിൽ 3rd കിട്ടിയിട്ടുണ്ട്, 2nd കിട്ടിയിട്ടുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റും കിട്ടിയിട്ടുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് പാടിയത്. വിശ്രുതമാകും ഭൂപാളഭംഗിയിൽ വിശ്വം ലയിക്കുമേ ഉഷകാലത്തിൽ, വിശ്രുതമാകും ഭൂപാളഭംഗിയിൽ വിശ്വം ലയിക്കുമേ ഉഷകാലത്തിൽ, വിമലതലങ്ങളിൽ ഹരിശ്രീ കുറിച്ചു നീ വിടരൂ മനസ്സിൽ പ്രിയതാമരേ, വിശ്രുതമാകും ഭൂപാളഭംഗിയിൽ വിശ്വം ലയിക്കുമേ ഉഷകാലത്തിൽ. ഇതാണ് 1ാം സമ്മാനം കിട്ടിയ പാട്ട്. PS രാധാകൃഷ്ണജിയാണ് എൻ്റെ സംഗീതം, ചിറ്റൂർ ഗോപിയാണ് എഴുതിയിരിക്കുന്നത്. ഈ കോളേജിലേക്ക് വന്ന് പാട്ട് പാടി തുടങ്ങിയപ്പോൾ ബിജു അങ്ങോട്ട് മാറിയ മൊത്തത്തിൽ ഒരു കൊഴുത്തോ? അല്ലെ, കോളേജിൽ തീർച്ചയായിട്ടും പാടുമ്പോൾ ഉണ്ടാവുന്നൊരു ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ എന്താ പറയാ മൊത്തത്തിലുള്ള ഒരു അപ്രീസിയേഷൻ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു പുതിയ ലോകത്തിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. കോളേജിലേക്ക് പ്രവേശിച്ചു, അതിനോടൊപ്പം തന്നെ ബിജു ഒരു സുന്ദരൻ കൂടിയല്ലേ? പിള്ളേർക്കെല്ലാം അന്ന് വലിയ സൗന്ദര്യമൊന്നുമല്ല, എന്നുമില്ല. എന്തൊരു എളിമയാണെന്ന് ബിജു. സൂപ്പർ സ്റ്റാർ ആക്കണമെന്ന് പറയാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നുണ്ട്. അതിന് കൂടി ഈ സംഗീതവും കൂടി വരുമ്പോഴേക്കും അത് വല്ലാത്തൊരു കോക്ടെയിലാണ്. അതിൽ പലരും പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിലൊരാള് പെട്ടുപോയി, അയാള് വീട്ടിലിരിപ്പുണ്ട്. ശ്രീലത അല്ലേ? അതെ, ശ്രീലത. ഏത് പാട്ടിലാണ് ശ്രീലതനെ മയക്കിയത് ബിജു? ശ്രീലത ഒരു പാട്ടിലൊന്നല്ല, പല പാട്ടിലൂടെയാണ് മയക്കെടുത്തത്. ആരാണ് ആരെ ഉന്നം വെച്ചത്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രീ ഡിഗ്രി ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ്? പ്രീ ഡിഗ്രി ഒരു ക്ലാസ്സിലായിരുന്നു. ആക്ച്വലി പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ശ്രീലതയാണ് കൂടുതൽ. വീട്ടിൽ ഒരു എൻകറേജ്മെന്റ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ മത്സരിക്കേണ്ടത് ഡിഗ്രിക്കും MAക്കും പഠിക്കേണ്ട വിദ്യാർത്ഥികളായിട്ടാണ്. അപ്പോൾ ആ ഒരു പേടി നമുക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം നമ്മൾ എണീറ്റ് നിന്ന് മുടന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ. അപ്പോൾ ശ്രീവരൻ അങ്ങനെയല്ല, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്ന ശ്രീയാണ്. അപ്പോൾ ആദ്യ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു പ്രൈസ് കിട്ടുകയാണ്. അപ്പം അത് 1st, 2nd, 3rd എന്നുള്ളതല്ല, ഒരു പ്രൈസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ വേറെയാണ്.
പിന്നെ ഈ പറഞ്ഞ പോലെ അത് എനിക്ക് ശ്രീയോട് ആ ഒരു കടപ്പാട് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കടപ്പാടായിട്ടാണോ പിന്നീട് പ്രണയം ഇല്ലല്ല, കടപ്പാടും പ്രണയമായിട്ട് ബന്ധമൊന്നുമില്ല. അത് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചു. ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം പ്രീ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും പല ഇതിലോട്ട് പോവാം. പക്ഷെ വീണ്ടും ഡിഗ്രിക്ക് മഹാരാജാസ് കോളേജിൽ നിങ്ങൾ തമ്മിൽ തിരക്കഥ എഴുതിയതിന്റെ ഭാഗമായിട്ടാണ് ഡിഗ്രി വന്നത്. മേ ബി വേണമെങ്കിൽ എങ്ങനെ പറയാം. JB ജംഗ്ഷൻ ഒരു സംഭവം തന്നെ എങ്ങനെ മറക്കാൻ സാധിക്കും? എങ്ങനെ പറ. ശ്രീക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനങ്ങളൊന്നാണ്. പ്രീ ഡിഗ്രി വെച്ച് തന്നെ പ്രണയം ആരംഭിച്ചു, അതോ ഡിഗ്രിയിലേക്ക് കയറിയിട്ടാണ് പ്രണയം ആരംഭിക്കുന്നത്? പ്രീ ഡിഗ്രി തുടങ്ങിയല്ലേ? പ്രീ ഡിഗ്രി മുതലാണ്. ഭാഗ്യവശാൽ ഡിഗ്രിക്കും ഒരുമിക്കാൻ സാധിച്ചു. അതിനുശേഷം ശ്രീലത ലോ അക്കാഡമിയിലെ LLBക്ക് പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അഗെയിൻ MAക്ക് മഹാരാജാസ് കോളേജ് ചേർന്നു. പഹയന്മാര് തന്നെയാണ്. അങ്ങനെ MA കഴിഞ്ഞിട്ടായിരുന്നു വിവാഹം. 98-ലായിരുന്നു വിവാഹം. നീണ്ട പ്രണയമായിരുന്നു. അതെ അതെ അതെ. ആരാണ് പിന്നെ ബിജു ആദ്യം പ്രപ്പോസ് ചെയ്തത്? മുട്ടുകുത്തിയെന്ന് പൂവെല്ലാം കൊടുത്തോ? ഇല്ല, അങ്ങനെ ഒരു ഓർമ്മ സത്യം പറഞ്ഞാൽ എനിക്ക് ഇല്ല. അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി കോളേജ് പഠിക്കുമ്പോൾ പോലെ തന്നെ തിരക്കെന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും ഭവിച്ചു. കാരണം തിരക്ക് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ കോളേജ് പ്രണയം പോലെ ഒന്നും കളിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. കാരണം ക്ലാസ്സിൽ വരുന്നതിന് വളരെ അപൂർവമാണ്. കാരണം ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സിനിമയെ പാടി അത് കാസറ്റുകളും പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിരുന്നില്ലേ? പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അത് പൊളിറ്റിക്സ് എന്റെ മനസ്സിലുള്ളതല്ല, നമ്മൾ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് സത്യം. അന്ന് വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഏതോ കണ്ണീർ പോവോ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ക്ലാസ്സിൽ ഒരുപാട് സംഘത്തടിച്ച് കടന്നു എന്നോട് ഒരാൾ പറഞ്ഞു. പഠിച്ച ഒരുപാട് ഗാനങ്ങൾ പാടിയിരുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിലെ ഹിറ്റ് ഗാനങ്ങളും പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടി നമ്മള് എന്ത് ചെയ്യും. അതെ, അല്ലെങ്കിൽ പാടിയില്ലെങ്കിലും വോട്ടിന് വേണ്ടി എത്ര പാട്ട് വേണം പാടിക്കൊടുക്കും ആർക്ക് വേണമെങ്കിലും. രസകരമായ ഒരു കാലഘട്ടമായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാറുണ്ട്, എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു വേദിയിലൊന്നും കണ്ടുമുട്ടില്ലായിരുന്നു. കാരണം അത്രയേറെ കലാകാരന്മാർക്ക് എന്താ പറയുക ഒരുപാട് വളക്കൂറുള്ള ഒരു മണ്ണാണ് മഹാരാജാസ്. കേരളത്തിന്റെ കലാലയ എന്ന ചക്രവാളത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു കോളേജാണ്. അതെ അതെ അതെ. ബിജു ഡിവോഷണൽ, എനിക്ക് തോന്നുന്നു ഭക്തിഗാനങ്ങൾ ബിജുവിൻ്റെ ഒരു വലിയൊരു തട്ടകമായിരുന്നു. അതിപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഏതാണെങ്കിൽ പോലും ആ രംഗത്ത് ബിജുവിൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു ദൈവികത ഉണ്ടെന്നൊക്കെ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. അതൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ആ ഒരു അനുഭൂതി, ആ ഒരു ഫീല് പകർന്നു നൽകാൻ വേണ്ടിയിട്ട് ബിജുവിൻ്റെ ശബ്ദം സഹായകരമായിരുന്നു. ഡിവോഷണൽ എന്നത് നമുക്കൊരു പാടുമ്പോഴും നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി കിട്ടുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പറയുക വേറൊന്നും ചേർത്ത് പറയല്ല. സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തൊരു എന്താ പറയുക അതിൻ്റെ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ കൂടി കലർത്തിയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്, പോപ്പുലാരിറ്റി വശങ്ങൾ. പക്ഷേ ഭക്തിഗാനം അത് ഇന്നും എപ്പോഴും ധാരാളം ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം ഇന്നും ദൈവം അതിനുള്ള അവസരം തരുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് കരുതുന്ന ഒരാളാണ്. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഈ ഭക്തിഗാന മാർക്കറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കാത്ത വലിയൊരു മാർക്കറ്റാണല്ലേ കേരളത്തിൽ? തീർച്ചയായിട്ടും. സീസൺ ആകുമ്പോഴേക്കിനും സീഡികളുടെ കാസറ്റുകളുടെ ഒരു പ്രളയമാണ്. തീർച്ചയായും. ഏറ്റവും ഡിമാൻഡുള്ളത് ബിജുവിനായിരുന്നോ ഈ രംഗത്ത്? ഞാൻ വന്ന ഒരു കാലഘട്ടം അത് ഈ ഭക്തിഗാനങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും ഒരുപാട് ഇറങ്ങിയെന്നൊരു സമയവും ഒരുപാട് ആളുകൾ മേടിച്ചിരുന്ന സമയം കൂടിയായിരുന്നു. അന്ന് കാസറ്റാണ്, CD അല്ലല്ലോ. അപ്പോൾ അന്നെന്ന് പറയുകയാണെങ്കിൽ കാസറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ചുരുങ്ങിയത് 20,000 കാസറ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാസറ്റുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആൽബംസ് ആണെങ്കിലും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ പരിതാപകരമാണ്. ഈ പൈറസി എന്നുള്ള സംഭവം വന്നിട്ട് ഇന്നിപ്പോൾ എല്ലാവരും എന്താ പറയുക CD കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ലാപ്ടോപ്പിലിട്ട് റിപ്പീറ്റ് ചെയ്തെടുക്കുന്നു, നേരെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു MP3 അല്ലെങ്കിൽ ഒരു USB കൊടുത്തു കഴിഞ്ഞാൽ 120, 160, 200 പാട്ട് വരെ നമുക്ക് കിട്ടും. ആ മാർക്കറ്റ് അപ്രത്യക്ഷമായി അല്ലേ? അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഈ വിപണിയും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ഒരു പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും
വർക്കുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സമയത്താണ് ഈ ഏറ്റവും ഫീൽഡിൽ പീക്കിലാണ് ബിജു വരാൻ വന്നത്. പറ്റിയത്. ബിജു ഒരുപാട് മഹാഗായകർക്ക്, വലിയ ഗായകർക്ക്, ഇപ്പം പി ജയേന്ദ്രനെ പോലുള്ള ഗായകർക്കെല്ലാം ട്രാക്ക് പാടിയിട്ടുണ്ട്. ഈ ട്രാക്ക് പാടൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നു മലയാള പിന്നണി ഗാനാലാപനത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും പയറ്റിയ ഒരു സംഭവമാണ്. അതിലൂടെയാണ് പിച്ച വെക്കണത്. പിന്നീട് ഇവരെയൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം, സൗഹൃദം പിന്നീട് ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. നമ്മൾ ആദ്യം കോറസ് പാടി, പിന്നെ ഇപ്പോൾ ജയേട്ടൻ അല്ലെങ്കിൽ ഇതുപോലെ സീനിയേഴ്സ് ആയിട്ടുള്ള സിംഗേഴ്സിന് ട്രാക്ക് പാടി, അങ്ങനെ പടിപടിയായിട്ട് വന്നാണ്. ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് സ്ട്രൈറ്റ് പാടി എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്താണ് പിന്നെ റെക്കോർഡിംഗ് എന്നുള്ളതും റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലാക്കിയ ശേഷം, അതേപോലെ തന്നെ ഇപ്പോൾ രാഘവൻ മാഷിനെയൊക്കെ പോലുള്ള തലമുതിർന്ന ആളുകളുടെയൊക്കെ വർക്കുകളാണ് ആദ്യം ട്രാക്ക് പാടുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വർക്കിൻ്റെ എങ്ങനെയാണ് ക്വാളിറ്റിയിൽ നമ്മൾ ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. അന്ന് സ്വന്തമായൊരു സ്വതന്ത്ര ഗായകനായി ഉരുത്തിരിയുന്നതിനെ കുറിച്ചൊക്കെ ഒരു സ്വപ്നങ്ങളുണ്ടാവും ഈ ട്രാക്ക് പാടുമ്പോൾ. ഈ ട്രാക്ക് തന്നെയാണോ നമ്മുടെ ഗതി? അതെയോ? അല്ല, പണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ട് ചെന്നൈയിലൊക്കെ വെച്ചിട്ട് ഈ ട്രാക്ക്, മദ്രാസിലൊരു വിഷയമുണ്ട്. മദ്രാസിൽ ഇതൊന്നും വിഭിന്നമാണ് സ്ഥിതി. അവിടെ നമ്മൾ ട്രാക്ക് പാടി അങ്ങനെ കുറെ ട്രാക്ക് പാടി കഴിഞ്ഞാൽ പിന്നെ ട്രാക്ക് സിംഗറായിട്ട് മാത്രമായിട്ട് മാറിപ്പോവും. ഈ പിന്നെ സ്ട്രേറ്റ് പാടുമ്പോഴത്തേക്കും പുള്ളി പക്ഷെ ട്രാക്കല്ലേ പാടുന്നത്, സ്ട്രേറ്റ് അങ്ങനെ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള പല ട്രാക്ക് സിംഗേഴ്സും. പക്ഷെ ഭാഗ്യവശാൽ നമ്മൾ ആദ്യം ചെന്നൈ പോകുന്നത് തന്നെ സ്ട്രേറ്റ് പാടാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ കുറെ പൈറ്റ് കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. അത് തന്നെ രസമാണ്. കാരണം വെച്ചാൽ ആദ്യം ചെന്നൈയിൽ പോകുന്നത് വെങ്കലം എന്ന്. അതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ടുവരണം. വരട്ടെ. പിന്നെ ബിജുവിനെ വളരെ നേരത്തെ എനിക്കറിയാം. അത് വളരെ ഒരു സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് ഗാനമേള പ്രോഗ്രാംസ് നിറയെ ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും പോയി ഒരുപാട് ഗാനമേളകൾ നടത്തിയിട്ടുള്ളൊരു നല്ലൊരു ഗായകനാണ്. ഇനിയും വീണ്ടും വീണ്ടും നല്ല നല്ല ചിത്രങ്ങളിൽ പാടാനും നല്ല ജീവിതം നയിക്കാനും ഗുരുവായൂരപ്പൻ ബിജുവിനെ എപ്പോഴും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവട്ടെ, രക്ഷിക്കട്ടെ, നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ ശുദ്ധനായിട്ടുള്ള ഇവിടെ ഈ JB ജംഗ്ഷനിൽ അദ്ദേഹം വന്നിട്ട് എനിക്കൊരു 3-4 മണിക്കൂർ അദ്ദേഹം പാട്ടുകളൊക്കെ ബൈഹാട്ടാണ്. ഒരു 4 മണിക്കൂറോളം അദ്ദേഹം നിറഞ്ഞ് പാടി. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമല്ല, അദ്ദേഹം ദാസേട്ടൻ്റെ പാട്ടുകളും എല്ലാവരുടെയും പാട്ടുകൾ അദ്ദേഹം പാടി. സാധാരണ ഈ ഒരു സ്റ്റേച്ചറുള്ള ഒരു ഗായകന് അതിനൊന്നും ഒരാവശ്യമില്ല. റാഫിയുടെ പാട്ടുകളും ഹിന്ദി പാട്ടുകളും എല്ലാം, സുശീലാമ്മ, ഒരു പാട്ട് പോലും പുള്ളി മാറുന്നിട്ടില്ല. ജയേട്ടനെ പോലൊരു മഹാഗായകന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ബിജു പാടുമ്പോൾ തീർച്ചയായും ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഇന്നത്തെ ഒരു എവർഗ്രീൻ ഗാനമാണിത്. കാരണം ഞാൻ ഗാനമേളകൾക്ക് പാടി തുടങ്ങുന്ന സമയത്ത് എറണാകുളത്ത് ശ്രുതിലയം എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്രയിലൊക്കെ പാടിയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിലോ എൻ്റെ ഓർക്കസ്ട്രയിലൊക്കെ പാടിയിരുന്നു. ആ സമയത്ത് ജയേട്ടൻ്റെ ഈ ഗാനം ഒരുപാട് സ്റ്റേജുകളിൽ ഈ ഹർഷബാഷ്പം പാടിയിട്ടുണ്ട്. സാധാരണ അതെല്ലാവരും പാടുന്നൊരു പാട്ടല്ല, ഒരു റയർ സോങ് ആണ്, പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഗാനമാണ്. പിന്നെ ജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, പലർക്കും ജയേട്ടൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾ, നമുക്ക് പെരുമാറാൻ കുറച്ചൊന്ന് പരിക്കൻ, പക്ഷേ ഇത്രയേറെ ശുദ്ധനായിട്ടൊരു മനുഷ്യൻ, ഒരു ഇത്ര സീനിയർ ആണെങ്കിൽ പോലും നമുക്ക് എന്തും സംസാരിക്കാം. ഇപ്പൊ തന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരുമിച്ച് ദുബായിക്ക് പോയത് 3.5 മണിക്കൂറും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് പോയി ദുബായ് ലാൻഡ് ചെയ്യണം. അവരെ നല്ല സംസാരം, ഭയങ്കര സംസാരം. പക്ഷെ മൂപ്പർക്ക് ഒരു കംഫർട്ട് വേണം. അതെ അതെ അതെ, അദ്ദേഹത്തിൻ്റെതായ ഒരു കംഫർട്ട് സോൺ. അതെ, അതെല്ലാവരുമായിട്ട് അങ്ങനെ അടുക്കില്ല. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ മനസ്സ് തുറക്കുള്ളൂ. അതെ, അതിന്റെ ലൈക്സും ഡിസ്ലൈക്സും ഉണ്ട്. അതെ, പക്ഷെ വേറെ ആരുടെ കാര്യത്തിൽ പുള്ളി ഇടപെടാനും പോകില്ല. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. പ്രിയപ്പെട്ട ഒരാളുടെ
വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ കൊണ്ടുവരാം. ബിജുവിനെ പറ്റി പറയുമ്പോഴേ എനിക്ക് ആദ്യം ബിജു വീട്ടിൽ വന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. വന്നത് ജോണി സാഗരിയുടെ കൂടെ ഒപ്പമാണ്. മാഷിനെ കാണാൻ വന്നിരിക്കുകയാണ്, ചാൻസ് അന്വേഷിച്ച് വന്ന. വാസ്തവം പറഞ്ഞാൽ ഇന്നും ബിജുവിൻ്റെ ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. അന്ന് പക്ഷേ ഞാൻ അത്രയൊന്നും ബിജുവിനോട് സംസാരിക്കുകയൊന്നും ചെയ്തില്ല. വളർന്നു വരാൻ പോകുന്ന ഒരു പിന്നണി ഗായകൻ എന്നുള്ള ഒരു പരിഗണനയും ഒന്നും കൊടുത്തിട്ടില്ല. അറിയാലോ ബിജുവിന് അന്ന് ഇതുപോലെ പാട്ടിൻ്റെ ചാൻസ് അടിച്ച് പല പേരും വരും. കൂട്ടത്തിലൊരാളായിട്ട് അന്ന് ബിജുവിനെ കണ്ടുള്ളൂ. പക്ഷേ പിൽക്കാലത്ത് മാഷ് ആ ബിജുവിൻ്റെ കഴിവുകൾ കണ്ടെത്തുകയും വെങ്കലം എന്നുള്ള പടത്തിൽ ബിജുവിനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. ബിജുവിൻ്റെ ലൈഫിൽ അതൊരു വഴിത്തിരിവായിട്ട് മാറി. അത്രത്തോളം ഹിറ്റായ ഒരു പാട്ടാണ് കളഭം തരാം എന്നുള്ള പാട്ട്. പിന്നെ ഒരാഗ്രഹം കൂടെ ബിജു ആദ്യം ചെയ്തില്ലേ വെങ്കലത്തിലെ പാട്ട് 10 വെളുപ്പിന്, അതൊന്ന് പാടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ വടക്കുന്നാഥൽ പാടിയ കളഭം തരാം ബിജുവിൻ്റെ സ്വരത്തിൽ മുഴുവൻ പാട്ടും, മറ്റേത് ഡുവറ്റല്ലേ നമ്മൾ കേൾക്കാറ്, ഇപ്പം മുഴുവനും ഒന്ന് പാടി കേൾപ്പിക്കണം കേട്ടോ. ഇതൊരാഗ്രഹമാണ് ചേച്ചിയുടെ. ബിജുവിൻ്റെ വഴിയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ഒരു അനുഗ്രഹീത സംഗീത സംവിധായകൻ്റെ സഹധർമ്മിണിയാണ് രവീന്ദ്രൻ മാസ്റ്റർ. എനിക്കൊന്ന് ബിജു നാരായണൻ എന്നുള്ളൊരു ഗായകൻ ഉരുത്തിരിയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുശയിലാണ്. അദ്ദേഹം ഒന്ന് കറക്കിയപ്പോഴാണ് ബിജു കറക്കി തുടങ്ങിയത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാക്കിലും ഭക്തിഗാനത്തിലും ഒക്കെ അങ്ങ് പോയേനെ. തീർച്ചയായിട്ടും എനിക്കൊന്ന് അവർ സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെയാണ് ബിജുവിനെ കുറിച്ച് പറയുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ് വെങ്കലം എന്ന സിനിമയിൽ പാടാൻ സാധിച്ചത്. ശ്രീ ജോണി സാഗരിയാണ് അതിൻ്റെ ഓഡിയോ റൈറ്റ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഓഡിയോൻ്റെ. അപ്പോൾ അതിനു മുമ്പ് ഒന്നാം തിരുപ്പടി എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ കാസറ്റ് ഫുൾ ആൽബം വയലാർ ശരചന്ദ്രവർമ്മ എഴുതി TS രാധാകൃഷ്ണജി സംഗീതം പകർന്ന ഒരു ആൽബം അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഫിലിമിൻ്റെ റൈറ്റ് ഓഡിയോ റൈറ്റ് കിട്ടിയപ്പോൾ ശ്രീ ജോണി സാഗരിയ പറഞ്ഞു അതിലൊരു പാട്ടുണ്ട്, അപ്പോൾ അത് ചെന്നൈയിൽ ആരെയും കൊണ്ട് പഠിപ്പിച്ചാൽ മതി, അത് ഫില്ലറായിട്ട് വരുള്ളൂ. അത് ഒറിജിനലി ചിത്ര പാടിയിരിക്കുന്ന പാട്ടാണ്, 10 വെളുപ്പിന് എന്നുള്ള പാട്ടാണ്. അത് ഫിലിമിൽ ഉണ്ടാവില്ല, മറിച്ച് ഫില്ലറായിട്ട് കാസറ്റിൽ വരും. അപ്പോൾ അത് ബിജു ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ സന്തോഷം. അപ്പോൾ പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ജോണി ചേട്ടൻ പറഞ്ഞു 3 പുലികളാണ്. ഒന്ന് പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, രവീന്ദ്രൻ മാസ്റ്ററുടെ മ്യൂസിക്, ഡയറക്ടർ ഭരതേട്ടൻ. അപ്പോൾ പിന്നെ ഈ 3 പേരുടെയും ഒരു പെർമിഷൻ എന്തായാലും വേണം. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഇങ്ങനെ ആദ്യം പോവാണ്. ഞാൻ വെച്ചു ചെന്നൈ നഗരം ആദ്യമായിട്ട് പോകില്ല, അപ്പോൾ പറ്റുമെങ്കിൽ കാണാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ രവീന്ദ്രൻ മാസ്റ്ററുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അതിനൊരു 3-4 മാസം മുമ്പ് ഈ അമരം ഫിലിമിൻ്റെ 101-ാം ദിവസത്തിൻ്റെ ഫംഗ്ഷന് ഞാൻ പാടിയിരുന്നു. എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ എല്ലാ ഗാനങ്ങളും പാടിയിരുന്നു. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ എന്നെ നോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം അന്ന് ശ്രദ്ധിച്ചിരുന്നു. അതെനിക്കറിയില്ല. അപ്പോൾ മാസ്റ്റർ വീട്ടിൽ ഞാനും ജോണി ചേട്ടനും കൂടി ചെന്നപ്പോൾ മാസ്റ്റർ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഈ മറ്റേ CD ഒക്കെ കരുതി വെച്ചിരിക്കുന്നു. ഒന്നാം തിരുപ്പടിൻ്റെ CD ഉണ്ട് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവൻ്റെ ഈ CD ഒന്നും കേൾക്കണ്ട, ഇവനെനിക്കറിയാം, ഇവനന്ന് അമരത്തിലെ മറ്റേ അഴകെ എന്നുള്ള പാട്ടൊക്കെ പാടിയതല്ലേ, നീ ഒരു ജീൻസും ഒരു വെള്ള ജുബയല്ലേ ഇട്ടിരുന്നത്. അപ്പോൾ തന്നെ നമ്മളവിടെ തീർന്നു. അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സ്റ്റുഡിയോ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാണ്. അപ്പോൾ നാളെ തന്നെ നമുക്ക് പാടാം രാവിലെ. SPB സാറ് 9 മണിക്ക് സ്റ്റുഡിയോയിൽ വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് 1 മണിക്കൂർ 8 തൊട്ട് 9 മണി സമയത്താണ് ഈ പാട്ട് എടുക്കുന്നത്. അത് രാവിലെ ഒരു 8 മണിക്കാണ് ഈ പാട്ട് പാടുന്നത്. ഒരു 8:30 കഴിഞ്ഞു. കാരണം ഞാൻ ഈ പാട്ട് ഒരുപാട് തവണ ഇങ്ങനെ വാക്ക്മാനിൽ കേട്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നു. പക്ഷെ അതാണ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു അപൂർവ മുത്തായിട്ട് ഇന്നും ബിജുവിന്റെ കരിയറിലുണ്ട്. ബിജു വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. വള്ളുവ നാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന കല്യാണം. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക്
കാതുകുത്ത് എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഒരു സൂപ്പർ പാട്ടായിട്ട് ഇന്ന് നിലനിൽക്കുകയാണത്. ഒരുപാട് പാട്ടുകൾ വന്നു പോയെങ്കിൽ പോലും ഈ പാട്ടിൻ്റെ ഒരു എന്താ പറയുക ഒരു സൗന്ദര്യം അതിലൊരു യാതൊരുവിധ പോറൽ വെച്ചിട്ടില്ല. ഒരാൾ വരട്ടെ. ബിജുവേട്ടനായിട്ടുള്ള എൻ്റെ സൗഹൃദം തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ശരിക്കും പറഞ്ഞാൽ സംഗീത സംവിധായകനൊക്കെ ആകുന്നതിന് മുമ്പേ എനിക്ക് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു ബിജുവേട്ടനായിട്ട്. അതിനേക്കാൾ ഉപരി ഞാനും ബിജുവേട്ടനുമായിട്ട് സഹകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിജുവേട്ടൻ എന്നെ രവീന്ദ്ര മാഷ്ട പേരിലുള്ള ആ ട്രസ്റ്റിന് ഒരു പങ്കാളിയാകാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ എന്നെയും കൂടി വിളിക്കുമ്പോഴാണ്. ബിജുവേട്ടൻ്റെ കരിയറിൽ ബിജുവേട്ടൻ്റെ ഗുരുനാഥനായി വന്ന ഒരാളാണ് രവീന്ദ്ര മാഷ്. അപ്പോൾ ആ മാഷോടുള്ള സ്നേഹം അത് പ്രകടിപ്പിച്ചത് കാലം ചരിത്രം ഓർത്തു വെക്കുന്ന വലിയൊരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റിക്കൊണ്ടാണ്. അതിനെക്കുറിച്ചുള്ള ബിജുവേട്ടൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു? രതീഷ് വേഗ ട്രസ്റ്റ് ഫോം ചെയ്യുന്നത് നമ്മുടെ രമേശ് നായർ സിസ്റ്റർ രമേശ് ചേട്ടനും കൂടി ചേർന്നിട്ടാണ് അദ്ദേഹം. പിന്നെ ഞങ്ങൾ 5 പേര്, അധികം പേരില്ല, ശോഭ ചേച്ചി ഉൾപ്പെടെ 5 പേരാണ് അതിനകത്തുള്ളത്. മാസ്റ്റർ ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്കൂള്, മ്യൂസിക് സ്കൂൾ തുടങ്ങാമെന്നുള്ളത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ദൈവം നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹം. പക്ഷേ എങ്കിലും ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വളരെ നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുള്ളതാണ് സത്യമാണ്. കാരണം ട്രസ്റ്റിൻ്റെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും സമയത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കേണ്ടി തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല എങ്കിൽ പോലും ട്രസ്റ്റിൻ്റെ വലിയൊരു ഷോ 2 വർഷം മുമ്പ് എറണാകുളത്ത് ഉണ്ടായി. ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് സഹകരിച്ചിട്ടുള്ള ദാസേട്ടനാണ് ശരിക്കും ഇനീഷ്യേറ്റീവ് എടുത്ത പ്രോഗ്രാം ചെയ്യുന്നത്. ബാക്കി എല്ലാ സിംഗേഴ്സും, ചിത്ര ചേച്ചി, സുജാത ചേച്ചി ഉൾപ്പെടെ എല്ലാ സിംഗേഴ്സും വന്നിട്ടൊരു ഗംഭീരമായിട്ടുള്ളൊരു ട്രസ്റ്റിൻ്റെ പ്രോഗ്രാം എറണാകുളത്ത് നടക്കുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മാഷയുടെ ഫാൻസിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ബിജു, ഈ വെങ്കലത്തെ പാട്ടിന് ശേഷം പിന്നണി ഗാനരംഗത്ത് ബിജു ഒരു അറിയപ്പെടുന്നൊരു വ്യക്തിത്വമായി. ഒരു ഗായകൻ എന്ന പേരിൽ പേരെടുത്തു. ആൾക്കാർ ബിജുവിനെ അംഗീകരിച്ചു തുടങ്ങി. ഇപ്പോൾ ദാസേട്ടനാണേലും ജയേട്ടനാണേലും അവർക്കൊക്കെ ബിജുവിനെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. മാറ്റി നിർത്താൻ പറ്റാത്തൊരു ആ ഓർബിറ്റിലേക്ക് വന്നു. പിന്നീട് ഒരുപാട് സിനിമകൾ വന്നു. എനിക്കൊന്ന് മാന്ത്രികത്തിലൊരു പാട്ട് അല്ലേ, SP വെങ്കടേഷിനാണോ അല്ലേ? വെങ്കലം കഴിഞ്ഞിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഏതാണ്ട് 1 വർഷം അധികം പാടിയിരുന്നില്ലതാണ് സത്യം. പിന്നീട് കാരണം അതിനകത്തുള്ള സംബന്ധിച്ചില്ല. ഒന്നാമത്തെ അന്നും ഇന്നുമുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ചാൻസ് ചോദിച്ച് പലരുടെയും അടുത്ത് പോകാനുള്ളൊരു മടിയും വേറെ ഒന്നും കൊണ്ടല്ല, എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കണേ എന്നുള്ള അതൊരു സ്ഥായിയായിട്ടുള്ളൊരു ഭാവമാണ്. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞിട്ട് റോയ് P. തോമസ് എന്ന് പറഞ്ഞ ഭരതേട്ടൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്നു. അദ്ദേഹം ദൂരദർശനിൽ എൻ്റെ ഒരു പാട്ട് കേട്ടപ്പോൾ, കോളേജ് പഠിക്കുന്ന സമയത്ത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനോടും ഫ്രണ്ട്സിനോടും പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പയ്യന് ഒരു ചാൻസ് കൊടുക്കുന്നു. അപ്പോൾ അത് അദ്ദേഹം കുറേ കഴിഞ്ഞ് വെങ്കലം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് പാവം ഐ വാച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനും ജഗതി ചേട്ടനും കൂടി ചേർന്ന് അഭിനയിച്ചൊരു ഫിലിം എടുത്തു. ഒരു തമാശ, ആ ഒരു കോമഡി ഫിലിമായിരുന്നു. അപ്പോൾ അതിലദ്ദേഹം അങ്ങനെ ഓർത്ത് ചെയ്യുന്നവരൊക്കെ വളരെ റെയറാണ് ഇൻഡസ്ട്രിയിൽ. അദ്ദേഹം വിളിച്ചതിലൊരു പാട്ട് തരികയുണ്ടായി. അതൊരു കോമഡി സോങ് ആയിരുന്നു. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഫിലിമിൽ ആദ്യമായിട്ട് എൻ്റെ സ്ക്രീനിൽ എൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ പാവം ഐ വാച്ചനിലൂടെയാണ്. അതിനുശേഷം പിന്നീട് ഒരുപാട് അവസരങ്ങൾ, അനിയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, പുതുക്കോട്ടയിലെ പുതുമോണവാളൻ, സൂപ്പർമാൻ, ദില്ലിവാല, അങ്ങനെ ഒരുപാട് സിനിമകൾ അങ്ങോട്ട് പാടാൻ തുടങ്ങി. മാത്രമല്ല അന്നത്തെ ഏറ്റവും വലിയ സംബന്ധിച്ചാൽ SP വെങ്കടേഷ് സാറാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുന്നത്. ഇപ്പം മലയാളത്തിലൊരു വർഷം 100 സിനിമ ഇറങ്ങിയാൽ 40-45 സിനിമകളും വെങ്കടേഷ് സാറായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങൾ പാടാൻ തുടങ്ങി. കാരണം അത് ആദ്യമായിട്ട് പാടുന്ന അനിയൻ ബാവ ചേട്ടൻ ബാവയിലാണ്. അപ്പോൾ അതിലെ പാട്ട് കേട്ട് അത് ഈ പറഞ്ഞ പോലെ ഒരു രാശി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഫിലിം കയറി ഹിറ്റായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പിന്നെ പറഞ്ഞാൽ എല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. അടുത്ത പടം സൂപ്പർ ഹിറ്റ്, ആദ്യത്തെ കൺമണി, പിന്നെ എല്ലാ പുതുക്കോട്ടയിലെ അങ്ങനെ പിന്നെ അങ്ങനെ വന്നാണ് മാന്ത്രികം എന്ന സിനിമ വരുന്നത്. ഈ മാന്ത്രികത്തിനെ സംബന്ധിച്ചാൽ മാന്ത്രികത്തിൻ്റെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് എനിക്കൊരു അമേരിക്കൻ ട്രിപ്പ് വന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. അതിനകത്ത് ചെറിയൊരു വിഷയം എന്ന് വെച്ചാൽ കുറച്ച് പേര് ആദ്യം പോയി അമേരിക്കയിൽ. അപ്പം ഞാൻ പിന്നീടാണ് പോകുന്നത്. അപ്പം ഞാൻ ആ പോകുന്ന സമയത്ത് കോൺസുലേറ്റ് ചെന്നപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ ആദ്യം പോയപ്പോഴത്തേക്കും എന്തുകൊണ്ട് അവരോടൊപ്പം പോയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിസ അങ്ങ് റിജക്റ്റ് ചെയ്തു ഫസ്റ്റ്.
ആ റിജക്റ്റ് ചെയ്തെങ്കിലും എനിക്ക് പിന്നീടൊരു ഗുണമെന്ന് വെച്ചാൽ ആ സമയത്ത് അത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാന്ത്രികത്തിൽ പാടാൻ പറ്റില്ലായിരുന്നു. പോവാത്തത് കൊണ്ട് മാന്ത്രികത്തിലെ കേളി വിപിനം എന്നുള്ളൊരു സൂപ്പർ ഹിറ്റ് സോങ് പാടാൻ നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? കേളി വിപിനം വിജനം അജുബ അജുബ മേലേ ഇരുളും ഗഗനം അജുബ അജുബ മണ്ണിൽ നിശതൻ നിറകലികകളോ അജുബ കണ്ണിൽ കനവിൻ കതിർമലരുകളോ വിരിവൂ അജുബ അജുബ കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം. മലയാള പിന്നണി ഗാനരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞത് ഒരു നെറ്റ്വർക്കിംഗ് ആണ്. നല്ലൊരു PR വർക്കാണ്. പാട്ടുകൾ പലപ്പോഴും വരുന്നത് ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ടാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ബിജു കുറച്ച് ഗാനങ്ങൾ കിട്ടി, പക്ഷേങ്കിൽ ചില ഗാനങ്ങൾ ഇല്ലാതെ പോയത് അല്ലെങ്കിൽ ചില വിടവുകൾ അവിടെ വന്നത് എന്തെങ്കിലും ചെറിയ കുറവുണ്ടോ ബിജുവിന്? സത്യമാണ്. കാരണം നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ്, എസ്പെഷ്യലി പ്രത്യേകിച്ച് ഈ ഒരു 8-10 വർഷമൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ തന്നെ നമുക്ക് PR വർക്ക് നന്നായിട്ട് ചെയ്താൽ മാത്രമേ, ഇപ്പോൾ നമ്മൾ എത്ര നല്ല സിംഗറാണെന്നോ അല്ലെങ്കിൽ എത്ര പാട്ട് പാടിയിട്ടുണ്ട് എന്നുള്ളതൊന്നും ഈ ഫീൽഡിലൊരു വിഷയമല്ല. പാട്ട് മാത്രമല്ല, ഏത് ഫീൽഡാണെങ്കിൽ പോലും. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ വളരെ PR വർക്കിൽ മോശമാണ്. ഞാനും വിചാരിക്കുന്നത് വെച്ചാൽ ഇവർ ഇത്രയും അവസരം എനിക്ക് തന്നല്ലോ, പിന്നെ ഞാൻ വിളിച്ച അവരെ ബുദ്ധിമുട്ട് എനിക്കൊന്ന് 98-ന് ശേഷം ഒരു 3-4 വർഷം ബിജു തിളങ്ങി നിൽക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതിന് 92-93 മുതൽ വേണ്ട ഒരു ആ ഒരു 5-6 വർഷക്കാലം 10 വർഷം വരെ 12 വർഷത്തോളം ഒരുപാട് പിടിച്ചു നിന്നു. അത് ഈ പറഞ്ഞാൽ ദൈവം സഹായിച്ചിട്ടില്ല. ഒരു സിംഗർ വരുമ്പോഴത്തേക്കും കുറെ ഹിറ്റുകൾ വരുമ്പോഴത്തേക്കും നാച്ചുറലി ഇപ്പം നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, അവസരങ്ങൾ നമ്മളെ തേടി തന്നെ എത്തും. അപ്പം അങ്ങനെ പാടിയിട്ടുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സിനിമകളും ഒക്കെ തന്നെ. ആ ഒരു കാലഘട്ടത്തിലെ നല്ലൊരു പാട്ട് എനിക്കൊന്ന് സമ്മർ ഇൻ ബെത്ലഹേമിലെ ഒരു പാട്ടായിരുന്നു അല്ലേ? പക്ഷെ ഈ ഘട്ടത്തില് എനിക്ക് തോന്നുന്നു ബിജുവിന് പ്രത്യേകിച്ച് നെറ്റ്വർക്കിംഗ് ഒന്നും ഇല്ലെങ്കിലും പാട്ടുകൾ ഇങ്ങനെ വന്ന് കുത്തി ഒഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ തീർച്ചയായിട്ടും ദാസേട്ടൻ, ജയേട്ടൻ, MG ശ്രീകുമാർ എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ കിട്ടിയിരുന്ന ഒരു യുവഗായകനായിട്ട് ബിജു മാറി. അതൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്, അതൊരു നിമിത്തമായിട്ട് കരുതുകയാണ്. അല്ല, വളരെ രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ടെലിവിഷനിൽ ഈ താരോദയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് വന്നത്. അതെ 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 അതെ. ടെലിവിഷനിൽ ഇൻസ്റ്റന്റ് പോപ്പുലാരിറ്റി എന്നുള്ള സാധനം പലരെയും ഗായകനാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് തൊട്ട് മുമ്പ് വന്ന ഒരു ജനറേഷനാണ്. അതെ 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 അതെ. അതിനൊരു മെച്ചമുണ്ടോ അതെയോ അത് മോശമായിരുന്നു? അതെ, നല്ല ചോദ്യമാണ്. കാരണം മെച്ചമാണ് മോശമാണ്. മോശം എന്ന് പറയാൻ കാരണം വെച്ചാൽ അന്ന് ഈ പറഞ്ഞ പോലെ ചാനൽ ഞാൻ പാടുന്ന സമയത്ത് മറ്റ് പ്രൈവറ്റ് ചാനൽസ് ഒന്നുമില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ പാടുന്ന സമയത്ത്. അപ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ പാടുന്ന പാട്ടുകൾ, ഇന്നാണ് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നിരവധി ചാനലിലൂടെ ആ സോങ്സ് നിരവധി സമയം നമ്മുടെ ചെവിയിലെത്തുകയാണ്. അന്ന് നമുക്ക് എന്താ പറയുക, റേഡിയോ അല്ലെങ്കിൽ CD, കാസറ്റോ CD ഒക്കെ ഒരുപാട് പോവായിരുന്നു. അതും മേ ബി ഇതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു ഗുണം എൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ അതിലൊക്കെ ഉപരി ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട് സർക്കിളിനോട് പറയും, അന്ന് ഈ ഫീൽഡിൽ വരാൻ സാധിച്ചതും അല്ലെങ്കിൽ അതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ അന്ന് വന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ശബ്ദം തിരിച്ചറിയുകയും ഇത്രയധികം വർക്കുകളും അല്ലെങ്കിൽ CDസും കാസറ്റും ഇത്രയധികം ഷോസൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. മറിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നെങ്കിൽ ഈ ഒരു കുത്തൊഴുക്കിൽ എന്താ പറയുക, കുറച്ച് പ്രളയമാണ് ഇവിടെ, വേണോ പാടുമായിരിക്കാം കുറച്ച്, പക്ഷെ എന്നാലും അതിന് ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ഗായകൻ എന്നുള്ള ഒരു പരിവേഷം ബിജുവിന് കിട്ടുന്നത് ഒരു പക്ഷേ ഈ വലിയൊരു മഹാപ്രളയം ആരംഭിക്കുന്നതിന് മുമ്പ് വന്നുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഇന്ന് 1-2 പാട്ട് കഴിഞ്ഞ ആൾക്കാർ അപ്രത്യക്ഷമായി പോവുകയാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഒരു പാട്ട് കൊണ്ട് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് പോപ്പുലാരിറ്റി കിട്ടുന്നവരുമുണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്.